പൈസ ഇല്ല. എല്ലാവർക്കും ബയോമെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു തന്നെ കരുതുന്നു. എല്ലാവരും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, കാരണം ചൂട് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും വെള്ളം ധാരാളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. അതേപോലെ തന്നെ ഗവൺമെൻറ് പറയുന്ന പോലെ 11 മുതൽ 3 വരെ പരമാവധി നിങ്ങൾ പുറത്തു പോകുന്നത് ഒഴിവാക്കുക. പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റേതായ പ്രിക്കോഷൻസ് എടുത്തതിന് ശേഷം മാത്രം വെളിയിൽ പോവുക. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബയോഗ്യാസ് പ്ലാന്റ് കൊമേഴ്സ്യൽ മോഡലിൻ്റെ ഒരു മെയിൻ്റനൻസ് വീഡിയോ ആണ്. മെയിൻ്റനൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിലെല്ലാം പെടുന്നുണ്ട്. ഇത് പ്ലാന്റ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് വീണ്ടും നമ്മൾ കൗഡങ് ഫീഡ് ചെയ്യാണ്. അതിന് പുറമെ നമ്മൾ പ്ലാന്റിൽ അവർ കുറച്ച് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ കുറച്ച് ഡാമേജസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും പാച്ച് ചെയ്യുന്ന വീഡിയോ ഇതിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം തീർച്ചയായിട്ടും, കാരണം ഈ ഫുൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഒരു മുതൽക്കൂട്ടായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. നമ്മളൊരു പ്ലാന്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ച് കാണുക, നമ്മൾ മുകളിലെ വാൾവിൽ ഹോസ് കണക്റ്റഡ് ആണെങ്കിൽ അത് റിമൂവ് ചെയ്തതിന് ശേഷം വാൾവ് ഓപ്പൺ കണ്ടീഷനിൽ വെച്ചിട്ട് സൈഡിലെ വെള്ളം സൈഫൺ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും വാൾവ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് പ്രക്രിയ ചെയ്യരുത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ടാങ്ക് ഉള്ളിലേക്ക് വലിയും, അതിനുശേഷം ഡ്രം ഡാമേജ് ആയി പോകാറാണ് പതിവ്. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ ടാങ്ക് ഡാമേജ് വരും, പിന്നെ നമ്മളത് പാച്ച് ചെയ്യാൻ നിൽക്കേണ്ടി വരും. ഇതിൽ കാണുന്ന പോലെ നമ്മൾ സൈഡിലെ വെള്ളം വറ്റിക്കുക. അതിനുശേഷം ഞങ്ങളുടെ ഒരു ടൂളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അപ്പുറം 2 പേരോ 3 പേരോ നിന്നിട്ട് അതിൻ്റെ മുകളിലെ ഗ്യാസ് ഡൂം പൊന്തിക്കാൻ ശ്രമിക്കുക. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് പൊന്തിച്ചതിന് ശേഷം അതൊരു വാക്വം അതിൻ്റെ ഉള്ളിലുണ്ടാവും, അത് വിട്ടു പോകുന്നതിന് ശേഷം അത് ഈസി ആയിട്ട് പൊന്തിച്ചെടുക്കാൻ പറ്റും. അത് പൊന്തിച്ചതിന് ശേഷം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു മൺവെട്ടിയോ കൈക്കോട്ടോ വെച്ച് ഈ പ്ലാന്റിനുള്ളിലുള്ള എല്ലാ വേസ്റ്റും, നിങ്ങൾക്ക് ബക്കറ്റ് വെച്ച് കോരാൻ പറ്റുമെങ്കിൽ ആ ഒരു കണ്ടീഷനിലാണെങ്കിൽ വെള്ളം കൊടുത്തതിന് ശേഷം അത് കട്ടിയുള്ള വേസ്റ്റ് ആണെങ്കിൽ ഒന്ന് ലൂസാക്കിയതിന് ശേഷം ബക്കറ്റിലേക്ക് കോരി ഒഴിക്കാവുന്നതാണ്. അതിനേക്കാട്ടും നല്ലത് നമ്മൾ ഈ മൺവെട്ടിയോ ടൂൾസ് ഷവലോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒരു അർബാനയിൽ അല്ലെങ്കിൽ ആ ഉന്തുവണ്ടിയിൽ ഫുള്ളായിട്ട് എടുത്തതിന് ശേഷം ഒരു ട്രിപ്പ് കൊണ്ട് കളഞ്ഞ് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഈസി. അല്ലെങ്കിൽ നമുക്കൊരു ബക്കറ്റിൽ പൊന്തിക്കാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇതാണ് ഏറ്റവും ബെറ്റർ. അതിനുശേഷം ടാങ്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുക. എന്നിട്ട് സൈഡിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ക്രാക്കുകൾ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ക്രാക്കുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൗഡങ് ഫീഡ് ചെയ്യും. ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി പ്ലാന്റിന് ക്രാക്ക് ഉണ്ട്, അവരെ നീക്കി വയ്ക്കാൻ ശ്രമിച്ചതിലൊക്കെ കുറച്ച് ക്രാക്കുകൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ പുട്ടി ഫില്ലിങ് നടത്തിയതിന് ശേഷം ഫൈബർ പാച്ചാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് കൗഡങ് ഫീഡിങ് ആണ്. കൗഡങ് ഫുള്ളായിട്ട് ഞങ്ങൾ അളവിലാണ് നമ്മൾ കൗഡങ് കൊണ്ടുവരുന്നത്. അത് ഫ്രഷ് ചാണകമായിരിക്കും. അത് നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നന്നായി പിടിപ്പിച്ചിട്ട് ഡ്രമ്മ് മുകളിലിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ടോട്ടൽ വീഡിയോ. മെയിൻ്റനൻസ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ ഈ പറഞ്ഞതാണ്. നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് സൈഫൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വാൾവ് ഓപ്പൺ കണ്ടീഷനിൽ വെക്കണം. അതിനുശേഷം ഡ്രമ്മ് ഡാമേജ് ആവാതെ പുറത്തേക്ക് എടുക്കുക. നിങ്ങൾക്ക് കയറ് കെട്ടി ഒരു കമ്പി ക്രോസായി വെച്ചിട്ട് കയറ് കെട്ടിയിട്ടും പൊന്തിക്കാവുന്നതാണ്. നിങ്ങളുടെ എളുപ്പം എങ്ങനെയാണോ ആ വഴി ഫോളോ ചെയ്യുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നമ്മൾ മൺവെട്ടിയാണ് ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ടാങ്കിന് ഡാമേജ് വരാത്ത രീതിയിൽ ശ്രദ്ധിച്ചു വേണം നമ്മൾ വേസ്റ്റ് റിമൂവ് ചെയ്യാനായിട്ട്. കാരണം മുകളിൽ സ്കമ്മായിരിക്കും, അപ്പോൾ കുറച്ച് കട്ടിയായിരിക്കും. അപ്പോൾ വെള്ളം കൂടി ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ വെള്ളം ക്ലീൻ ചെയ്യാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്തത് നമ്മളെ ഇൻസ്റ്റലേഷൻ വീഡിയോ ആയിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ, താങ്ക് യു, ടേക്ക് കെയർ.